കെഎസ്ആർടിസിയുടെ ബിസിനസ് ക്ലാസ് ബസ് സർവീസ് പ്രഖ്യാപിച്ച ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പാൻട്രി ടോയ്ലറ്റ് സൗകര്യങ്ങളുള്ള ആധുനിക സൗകര്യങ്ങളോടെയുള്ള ബസ്സായിരിക്കും സർവീസ് നടത്തുകയെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ മാസം 15ഓടെ ബിസിനസ് ക്ലാസ് ബസ് എത്തുമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കെഎസ്ആർടിസി ജീവനക്കാരുടെ DA കുടിശ്ശിക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അനുമതി നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു. പാൻട്രി, ടോയ്ലറ്റ് തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ബസ് ഈ മാസം 15-ന് നിരത്തിലിറങ്ങുമെന്നാണ് ഗതാഗത മന്ത്രിയുടെ പ്രഖ്യാപനം. വിമാനങ്ങളിലെ ബിസിനസ് ക്ലാസ് സീറ്റുകൾക്ക് സമാനമായ സൗകര്യങ്ങളോടെയാകും പുതിയ ബസ്സുകൾ. യാത്രക്കാർക്ക് ചായയും മറ്റും എത്തിച്ചു നൽകാൻ വിമാനങ്ങളിലെ എയർ ഹോസ്റ്റസിന് സമാനമായി ബസ് ഹോസ്റ്റസും ഉണ്ടാകുമെന്ന് കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. എറണാകുളത്ത് നവീകരിച്ച KSRTC ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ ഉദ്ഘാടനം പറ്റാത്തതിനാൽ ഇപ്പോൾ ഉദ്ഘാടനം നടത്തുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഞാൻ ഇവിടെ വെച്ച് ഒരു കാര്യം കൂടി ഇതുവരെ പറയാത്തൊരു കാര്യം കൂടി ഉദ്ഘാടനം ചെയ്തിട്ടേ പോവുള്ളൂ. അത് ഉദ്ഘാടനം ചെയ്തില്ലെങ്കിൽ ചെയ്യാൻ പറ്റാതെ വരും. അടുത്ത 15-ാം തീയതിയോടുകൂടി 15-ാം തീയതി 20-ാം തീയതിക്ക് മുമ്പായി നമുക്ക് ബിസിനസ് ക്ലാസ് ബസ് വരും. വോൾവോയുടെ ബസ്സാണ് വരുന്നത്. അതിൽ പാൻട്രി ഉണ്ട്, അതിൽ ടോയ്ലറ്റ് ഉണ്ട്. അത് തിരുവനന്തപുരത്ത് കൊച്ചിയിൽ നിന്ന് രാവിലെ ഒരു വണ്ടി തിരുവനന്തപുരത്തേക്കും, തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ഒരു വണ്ടി കൊച്ചിക്കും പുറപ്പെടും. റോഡ് പണി കഴിഞ്ഞാൽ അത് രാവിലെ തൃശ്ശൂരിൽ പോയി നിൽക്കും. തൃശ്ശൂരിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. അത്രയും ദൂരമെങ്കിലും നമ്മൾ കവർ ചെയ്യും. ഏതാണ്ട് 3.5-4 മണിക്കൂറുകൾ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തുന്ന എങ്ങും സ്റ്റോപ്പില്ല. മിന്നൽ പോലെയാണ്. ഇവിടെ വിട്ടാൽ ആലപ്പുഴ, ആലപ്പുഴ വിട്ടാൽ കൊല്ലം, കൊല്ലം വിട്ടാൽ തിരുവനന്തപുരം. ആ ബുക്കിംഗ് കംപ്ലീറ്റും തിരുവനന്തപുരത്തേക്കാണെങ്കിൽ ഇതെവിടെയും സ്റ്റോപ്പ് ചെയ്യില്ല. കാരണം ടോയ്ലറ്റ് അതിനകത്തുണ്ട്. ഫുഡ് നിങ്ങൾക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും ഓർഡർ ചെയ്യാം. അതിനകത്ത് മെനു ഉണ്ട്. ആ മെനു നേരത്തെ ഒന്ന് കാണാം. അത് ടിക്കറ്റ് റിസർവ് ചെയ്യുമ്പോൾ തന്നെ ഫുഡും കൂടി വിമാനത്തിലെ പോലെ ഫുഡും കൂടെ റിസർവ് ചെയ്തിട്ട് കയറാം. ഒരു ചായ കൂടുതലാണ് ഇട്ട് തരും. അതിനകത്ത് ടിക്കറ്റ് കൊടുക്കുന്നതും ടിക്കറ്റ് പരിശോധിക്കുന്നതും എല്ലാം ഒരു ഹോസ്റ്റസ് ആയിരിക്കും. ഒരു ലേഡി അതിനകത്തുണ്ടാകും. അവരാണ് ആ കാപ്പി ചായയൊക്കെ എടുത്ത് തരുന്നതും ആഹാരം തരുന്നതും എല്ലാം അവരായിരിക്കും. ബസ് ഹോസ്റ്റസ് എന്നൊരു സങ്കല്പം ഉണ്ടാക്കിയാണ്. അതെല്ലാം തിരഞ്ഞെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. വണ്ടി വരുമ്പോൾ ഞാനൊന്ന് ഓടിച്ചു നോക്കും. KSRTC ജീവനക്കാരുടെ DA കുടിശ്ശിക ലഭ്യമാക്കാൻ പരിശ്രമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അനുമതി നൽകാൻ കഴിയുമെന്ന് കരുതുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കടം എവിടെന്നെങ്കിലും സർക്കാരിൽ നിന്ന് പൈസ ഒപ്പിച്ച് നിങ്ങൾക്ക് DA തരുന്ന കാര്യവും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ചെയ്തു. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ധനകാര്യമന്ത്രിയോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് സർക്കാരിൽ നിന്ന് തരണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ബാലഗോപാലിനോട് സംസാരിച്ചു. അമൃത ന്യൂസ്, കൊച്ചി.